ഇടനിലക്കാരില്ലാതെ, രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ സാധാരണക്കാർക്ക് എങ്ങനെ നേരിട്ട് കിട്ടും? അടുത്ത കാലത്ത് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ഒരാളൊരു പരാതി നൽകിയപ്പോൾ അത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് വലിയ കോലാഹലമുണ്ടായി. ആ പരാതി സ്വീകരിച്ചില്ല എന്ന് കോലാഹലം ഉണ്ടായപ്പോഴത്തേക്കും ഉടനെ തന്നെ ആ പഞ്ചായത്തിലെ ഭരണകക്ഷി CPM ആണെന്ന് തോന്നുന്നു, ഭരണകക്ഷി ആൾക്കാർ വന്ന് ഈ മനുഷ്യൻ്റെ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്തു കൊടുത്തു. ആ മനുഷ്യൻ്റെ എന്തോ വീടിൻ്റെ മേൽക്കൂര പോയി എന്നുള്ളൊരു വിഷയം മറ്റുമായിരുന്നു. അപ്പോൾ അത് പഞ്ചായത്തിൽ അദ്ദേഹം പല പ്രാവശ്യം കയറി ഇറങ്ങി നടന്ന് ചെരുപ്പ് തേഞ്ഞതിന് ശേഷമാണ് പാർലമെൻറ്റിൽ നിയമനിർമ്മാണ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വേണ്ടി അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട MP-യുടെ അടുത്ത് ഒരു പരാതിയുമായിട്ട് ആ പ്രായമായ മനുഷ്യൻ പോയത്. അപ്പോൾ എന്തുകൊണ്ട് ഈ സുരേഷ് ഗോപിയുടെ അടുത്ത് പരാതിയുമായിട്ട് പോകുന്നതിന് മുമ്പ് ആ മനുഷ്യൻ്റെ വാർഡിലെ വാർഡ് മെമ്പറോ അല്ലെ ആ മനുഷ്യൻ്റെ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഈ മനുഷ്യനെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു. പല മാസങ്ങളായിട്ട് പഞ്ചായത്തിൽ കയറി ഇറങ്ങി നടന്നിട്ടും കാര്യം നടക്കാത്തത് കൊണ്ടാണ് ഈ MP-യുടെ അടുത്ത് പോയത്. അപ്പോൾ MP-യെ ഒരു ഇടനിലക്കാരനാക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഇടനിലക്കാരൻ്റെ ആവശ്യമുണ്ടോ? ക്ഷേമ പദ്ധതികൾ അല്ലെ ഒരു പഞ്ചായത്തിൽ നിന്നും ഒരു സാധാരണ മനുഷ്യന് ലഭിക്കേണ്ട കാര്യങ്ങൾ നേടാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മനുഷ്യന് ലഭിക്കാതിരുന്നത് ആ മനുഷ്യന് രാഷ്ട്രീയ സ്വാധീനമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഭരിക്കുന്ന കക്ഷിയുടെ ആളായിരുന്നു എങ്കിൽ, ജാഥയ്ക്ക് പോകുന്നയാളും കൊടി പിടിക്കാൻ പോകുന്നയാളുമൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ ഇത് നടന്നേനെ. പക്ഷേ ഒരു 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 കോലാഹലമായപ്പോൾ മാത്രമാണ് ആ പഞ്ചായത്ത് ഉണർന്ന് പ്രവർത്തിച്ച് അദ്ദേഹത്തിന് അർഹമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ അപ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് മെമ്പറും ഒക്കെ നൽകിയത്. അപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും കേരളത്തിൽ സാധാരണ മനുഷ്യർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ രാഷ്ട്രീയ ചായ്വോടുകൂടിയോ അല്ലെങ്കിൽ ഇടനിലക്കാർ ഉണ്ടെങ്കിലോ ഒക്കെ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളത് ഈ ഒരു ഉദാഹരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഒരു തെറ്റായ കാര്യമാണ്. ജനങ്ങൾക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. അതിൻ്റെ കാരണം അയാൾ ഭരണകക്ഷി CPM-ൻ്റെ അനുഭാവിയല്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പ്രചരണത്തിന് പോകുമ്പോൾ കാണാൻ പറ്റും അവർക്ക് പല കാര്യങ്ങളും ലഭിക്കുന്നില്ല. കാരണം നമ്മൾ CPM-കാരല്ല.